നമസ്കാരം സുഹൃത്തുക്കളെ, ചക്രം യൂസ്ഡ് ബൈക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു ഡൊമിനർ 250 നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വണ്ടി ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതാണ് വണ്ടിയുടെ കണ്ടീഷൻ. 2022 ഒക്ടോബർ രജിസ്ട്രേഷൻ വണ്ടി, ഡൊമിനർ 250. വെറും 13,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ 13,000 കിലോമീറ്റർ വരെയുള്ള സർവീസ് എല്ലാം കൃത്യമായിട്ട് ഷോറൂമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രത്യേക സർവീസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ വണ്ടി ആര് വാങ്ങിയാലും അദ്ദേഹത്തിന് ഷോറൂമിൽ നിന്നൊരു പുത്തൻ വണ്ടി ഇറക്കിക്കൊണ്ട് പോകുന്ന പ്രതിനിധിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണ്. അതോടൊപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറയാനുള്ളത്, 1-2 പേര് എന്നെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വണ്ടിയുടെ വിലയും കൂടി പറയുന്നില്ല. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭാരിച്ച ലാഭത്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങുമ്പോൾ ഭയങ്കരമായ ലാഭം ഞാൻ ഒരിക്കലും പറയാറില്ല. എന്നെക്കാളും ചിലപ്പം വില കുറച്ച് വണ്ടി വെക്കുന്നവർ കാണാം, ഒരുപക്ഷെ എന്നെക്കാളും വില കൂട്ടി വണ്ടി വെക്കുന്നവർ കാണും. അപ്പോൾ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ വണ്ടിയുടെ വില പറയാത്തത്. എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അതോടൊപ്പം ചിലതിനോട് റീഫിനാൻസ് ചോദിച്ചിരുന്നു. മാക്സിമം നമ്മൾ റീഫിനാൻസ് ഒഴിവാക്കി വിടാനാണ് പതിവ്. കാരണം പലിശയായിട്ട് നമുക്ക് ബന്ധപ്പെടാനോ മറ്റുള്ളവരെ കൊണ്ട് പലിശയിൽ ബന്ധപ്പെടുത്താനോ നമുക്ക് താല്പര്യമില്ല. എന്നിരുന്നാലും സാമ്പത്തികം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. നമുക്ക് നോക്കാം, പറ്റുന്നത് നമുക്ക് ചെയ്തു വിടാം. റീഫിനാൻസ് ഒരു ഗതിക്ക് നമുക്ക് റെഡി ക്യാഷ് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് റീഫിനാൻസ് സെറ്റ് ചെയ്ത് തരാം മാക്സിമം. അപ്പോൾ എനിക്ക് വണ്ടിയെക്കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുപോലെ തന്നെ 1-2 പേര് ചോദിച്ചു, ചേട്ടാ ഇത് വില ഇച്ചിരി കൂടുതലല്ലേ? സാധാരണഗതിക്ക് ഞാനൊരു 30,000 കിലോമീറ്ററിന് താഴെയുള്ള വണ്ടികളെ കൂടുതലും എടുത്ത് ചെയ്യാറുള്ളൂ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് അതനുസരിച്ചുള്ള തേയ്മാനങ്ങളെ വരുത്തുള്ളൂ. അപ്പം നമ്മൾ നല്ല വണ്ടിക്ക് നല്ല വില എന്തായാലും കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് നമ്മളെ കച്ചവടത്തിൽ ഒറ്റ കാര്യം എനിക്ക് നിർബന്ധമാണ്, എൻ്റെ കേന്ദ്രമുള്ള വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയാൽ അതായത് സർവീസിന് വേണ്ടിയിട്ടല്ലാതെ അദ്ദേഹം വർക്ക്ഷോപ്പിലോ ഷോറൂമിലോ കയറാൻ പാടില്ല. അങ്ങനെ വർക്ക്ഷോപ്പിൽ കയറി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതിൽ, ഞാൻ എടുക്കുന്ന മിക്ക വണ്ടികളും 100-ൽ 90% പക്കയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പം എല്ലാ വീഡിയോയും ഞാൻ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. ഈ വണ്ടിയുടെ പുതിയ ഓണറെ കണ്ടെത്താൻ നിങ്ങൾ സഹായിക്കുക. നമുക്ക് ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക, അതല്ലെങ്കിൽ വിളിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത വണ്ടി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.